ഗൈസ് പെട്ടെന്ന് ബാംഗ്ലൂർ വരെ ഒന്ന് പോയാലോ? ചെറുതായിട്ട് കോളേജിൽ ഒരു പെൻഡ്രൈവ് കൊടുക്കണം, അതിനെ പോവാണേ. അങ്ങനെ വീട്ടിലുള്ള എല്ലാരോടും യാത്ര പറഞ്ഞ് ഞാൻ ദാ ഇറങ്ങുവാണ് കേട്ടോ. ഞാനും അനിയനും കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവനും അച്ഛനും എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കാനാണ് വരുന്നത്. അങ്ങനെ അച്ഛന്റെ വണ്ടിയിലാണ് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയത്. അച്ഛൻ പൊതുവെ എവിടെ പോവാണെങ്കിലും ഒരു അരമണിക്കൂർ മുമ്പേ എത്തണം എന്നുള്ള ശീലവാ. അതുകൊണ്ട് തന്നെ ഞങ്ങളും അത്യാവശ്യം നേരത്തെ എത്തി. 6 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റേഷനിലെത്തി. 6:50 ട്രെയിൻ ഇവിടെ എത്തുന്നത്. സോ അതുകൊണ്ട് ഇവിടെ പോസ്റ്റ് ആയിരുന്നു, നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ടൈം കളയേണ്ടി വന്നു ഇവിടെ ഇരുന്ന്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ട്രിവാൻഡ്രത്തുനിന്ന് കയറുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഇരുന്നു. തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ഗായ്സ് നമ്മുടെ ട്രെയിൻ ഇതാ വന്നു. ആവശ്യത്തിന് തിരക്കേ ട്രെയിനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഡെയിലി ഡ്യൂട്ടിക്കാരായിരുന്നു കൂടുതലും. അതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ കയറിയപ്പോ തന്നെ എനിക്ക് സീറ്റ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ക്ഷീണം തുടങ്ങി, ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ പതിവില്ലാതെ ട്രെയിൻ എല്ലായിടത്തും പിടിച്ചിടുന്നുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത കഷ്ടമായിരുന്നു. പകല് നല്ല ചൂടായതുകൊണ്ട് സ്വെറ്ററും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നൈറ്റ് ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. വിറച്ചാണ് ഞങ്ങൾ എല്ലാവരും ട്രെയിനിന്റെ അകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു വിധത്തിൽ ഇരുന്നാണ് ലോക്കലിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരം വെളുത്ത് ജനൽ തുറന്നപ്പോഴത്തേക്കും ദേ നോക്കി, ചുറ്റിനും മൊത്തവും പോഹ. മഞ്ഞാണെന്ന് ആദ്യമേ ഞങ്ങൾക്ക് മനസ്സിലായേ ഇല്ലായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് മഞ്ഞാണെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധം വന്നത്. ഉറക്കപ്പിച്ചിൽ നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്തെവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടാവുമെന്ന്. എനിവേ ഞങ്ങൾക്ക് എന്തുമാത്രം തണുപ്പ് ഫീൽ ചെയ്തെന്ന് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ മോർണിംഗ് ആയി ഗൈസ്. നല്ല സൂര്യപ്രകാശമൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചൂടൊക്കെ വന്നു. എന്തായാലും സൺറൈസ് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഫ്രഷപ്പ് ഒക്കെ ആയി. ഇനി നേരെ ഇവിടുന്ന് ഊബർ ബുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിലേക്ക് പോവാൻ പ്ലാൻ ഇടുന്നത്. നല്ല ടയേർഡാണ് യാത്ര കഴിഞ്ഞതിന്റെ. അത് കൂടാണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെ ഇതാ ഊബർ വന്നിട്ടുണ്ട്. വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് അടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനാണ് ഇടയ്ക്ക് കയറിയിരുന്നത്. അങ്ങനെ കയറിയിരുന്നു. നമ്മൾ ഇതാ നേരെ കോടൊക്കെ പറഞ്ഞു കൊടുത്ത് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഇന്നലെ ട്രെയിൻ കയറിയപ്പോഴേ രാവിലത്തെ ഫുഡ് എവിടുന്ന് കഴിക്കണമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജ് റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ കോളേജിന്റെ അടുത്തായിട്ട് തന്നെയാണ്. വിഷ്ണു വൈഭവ എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അവരെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് കൂടാണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. വെജ് ആണെങ്കിലും നമ്മൾ എല്ലാവരും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഞങ്ങൾ എല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സെൽഫ് സർവീസ് ആണ്. അപ്പൊ നമ്മൾ കൂപ്പൺ ഓൾറെഡി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അവർ വിളിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരെ ചെന്നിട്ട് നമ്മുടെ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് കഴിക്കണം. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. ഇവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ മസാല ദോശയുടെ ഒരു ഫാനാണ്. എനിക്ക് ഇവിടുത്തെ ദോശ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഫുഡ് വന്നിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള നൈസ് ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നടന്നാണ് കേട്ടോ. ഇവിടുന്ന് തൊട്ടടുത്താണ് കോളേജ്, അധികം ദൂരമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഈ വഴി നടന്നപ്പോഴൊക്കെ പണ്ട് ഇതുവഴി സമയം പോയിട്ട് ഞങ്ങൾ ഇതുവഴി ഓടിയൊക്കെ കോളേജിലേക്കും ഡ്യൂട്ടിക്കും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇതുവഴി നടന്നു പോയത്. ഭയങ്കര നൊസ്റ്റാൾജി എന്ന് വെച്ചാൽ ഭയങ്കര ഫീലായിരുന്നു ഇതുവഴി നടന്നപ്പോൾ. അങ്ങനത്തെ അടുത്തുള്ള കടയിലേക്ക് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ശ്രീലക്ഷ്മിക്കായിരുന്നു മെയിനായിട്ട് വാങ്ങിക്കേണ്ടത്. അപ്പൊ ഞങ്ങളിതാ കടയിൽ കയറി 1-2 സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ കോളേജിലേക്കാണ് ചെന്നത്. അവിടെ വലിയ ലാഗൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് പെൻഡ്രൈവ് എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിന് ഇതൊക്കെ ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഊബറിലാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടുന്ന് കല്ലട ബസ്സിലാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനത്തെ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ സീറ്റിൽ പോയി കിടന്നു. നല്ല ഉറക്കമായിരുന്നു. രാത്രിയിൽ ഫുഡ് കഴിക്കാനായിട്ട് കിളി വന്ന് വിളിച്ചപ്പോഴത്തേക്കാണ് എഴുന്നേറ്റ് അടുത്തുള്ള കടയിൽ പോയി നേരെ ഡിന്നർ അങ്ങ് കഴിച്ചു. പിന്നെയും വന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സ്റ്റോപ്പ്, ഞാനാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. അപ്പൊ എന്റെ സ്റ്റോപ്പ് എത്താറായപ്പോഴത്തേക്ക് നമ്മുടെ കിളി വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. സോ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് വന്ന് ഗ്ലാസിന്റെ ഫ്രണ്ടിൽ മാറി ഇങ്ങനെ നിൽക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെയോ വന്ന് താഴെ വന്ന് നിന്നു. പിന്നെ പുള്ളി സ്റ്റോപ്പിലെത്തി എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ പിന്നെ എന്റെ അച്ഛനുണ്ടായിരുന്നു സ്റ്റോപ്പിൽ. സോ അച്ഛൻ വന്ന് വിളിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ രാത്രിയിലത്തെ ഈ ഒരു വൈബാണ്, അടിപൊളിയല്ലേ. ലൈറ്റൊക്കെ കടപ്പാൻ ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ദാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ടയർഡാണ്. ഇനി ഒന്ന് കുളിക്കണം, കഴിക്കണം, കിടക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു ചെറിയ ബാംഗ്ലൂർ ട്രിപ്പ് ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ചാച്ചാ.